ഗൈസ്, ഞാൻ വ്ളോഗ് ഇട്ടിട്ട് കുറച്ചധികം നാളുകളായി. സംഭവം ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം നമ്മള് വെറുതെ ബിസി ആയതൊന്നും അല്ല, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വെറുതെ ബിസി ആയതൊന്നുമല്ല. ഞാനൊരു ജോലിക്കാരിയായി ഗൈസ്, ജോലിക്കാരി. ചിലർ ചോദിക്കും ജോലിയോ. അപ്പോൾ ഒഫീഷ്യലി എനിക്ക് ജോലി കിട്ടിയത് ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി തന്നെ പോവാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് കാരണം എനിക്കിത് പറയണമെന്ന് ഡൗട്ടായിരുന്നു. നമുക്കിനി ഒന്നും പണിക്ക് പോണം. ഇനി അതൊക്കെ ആയിരിക്കും വ്ളോഗ് കിട്ടും. പിന്നെ ഇന്ന് ഭയങ്കര പ്രത്യേകതയാണ്. ഞാൻ മെസ്സി ഹാട്രിക് എടുത്ത ദിവസം വ്ളോഗ് എടുത്ത്, പക്ഷെ അത് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് മെസ്സി ഒന്ന് നോയ്സ് ഉണ്ടാക്കാണ്ടിരിക്കും. മദർ മെസ്സി ഇന്ന് 2 ഗോൾ അടിച്ച്. ഇന്നാണ് എനിക്ക് കറക്റ്റ് ഒരു വ്ളോഗ് എടുക്കാൻ തോന്നിയത്. ഇനി ഇത് അപ്ലോഡ് ആക്കുമെന്ന് കർത്താവിന്റെ അറിയാം. കോളേജിലേക്ക് പോലും ഫുഡ് കൊണ്ടുപോകാത്ത എനിക്ക് എൻ്റെ അമ്മ ജോലിക്കാരി ഇപ്പൊ ഫുഡ് വെച്ചു. ആങ്ങളമാരൊക്കെ പെങ്ങളെ ചൊറിയണ പോലെ ഞാനും എൻ്റെ ആങ്ങളേനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ എടുത്ത് അവൻ എറിയും എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചവിട്ടി, പക്ഷെ ഫോണുണ്ടായി ഒന്നും ഉണ്ടായില്ല, സേഫ് ആയി. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, കുറച്ചേരം അടങ്ങിയിരുന്ന് ചായയും കുടിച്ച് ഞാൻ പണി നോക്കി ഓഫീസിൽ പോകാൻ നിൽക്കായിരുന്നു. അതിനിടയ്ക്ക് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. അങ്ങനെ ഹെൽമെറ്റ് വീണ്ടും കൊണ്ടു നിന്നിട്ട് ചീത്ത കേട്ടതാണ് എനിക്ക്. എന്താണ് കാലാവസ്ഥ അങ്ങോട്ട് ശരിയായില്ല. ഞാൻ ഇറങ്ങിയപ്പോ ഒടുക്കത്തെ മഴ. ഇന്നത്തെ ദിവസം കൂടെ അത്ര ശരിയല്ല, പക്ഷെ കുറച്ചൊക്കെ ഓക്കെ ആയിട്ട് അങ്ങനെ നമ്മള് എഴഞ്ഞ് ലാസ്റ്റ് ഓഫീസ് അങ്ങോട്ട് എത്തി. എന്റെ പേര് 4th ഫ്ലോറാ. അപ്പൊ അവിടെ വരെ ലിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ സ്റ്റെപ്പ് കയറേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഓഫീസിലെത്തി. രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ട് ഞാൻ കയറി അവിടെ ഇങ്ങോട്ട് ഇരുന്ന്. ഇതായിരുന്നു എന്റെ ഓഫീസിലത്തെ വേറൊരു കമ്പനി. അവിടെ എത്തിയോ ഉടനെ അന്നത്തെ ദിവസം ഞാൻ മെസ്സിയുടെ വാൾപേപ്പർ എടുത്തിട്ടു. എന്താണോ അത് കാണുമ്പോൾ ഒരു കോൺഫിഡൻസാ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ള വിളി പെട്ടെന്നേ വന്നു. ഈ 2 ടീംസും എന്റെ ഓഫീസിലുള്ളതല്ല, പക്ഷെ എന്റെ ഓഫീസിന്റെ അടുത്താണ് ഇവരുടെ ഓഫീസ്. ചായ കുടിക്കാനൊന്നും വേണ്ടി പോയിട്ട് ലാസ്റ്റ് ഞാൻ ചായ ഒന്നും കുടിച്ചില്ല, പപ്സാണ് കഴിച്ചത്. അതാണെങ്കിൽ ഒടുക്കത്തെ ചൂടായിരുന്നു, കൊള്ളാം, നല്ലൊരു പപ്സ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പണിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഷൂട്ടൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അവിടെ കുത്തിയിരുന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴാണ് വിശന്നത്. അപ്പോഴേക്കും ഒരു 1 മണിക്ക് കഴിഞ്ഞ് 2 മണി കൂടെ സംതിങ് ആവാറായെന്ന് തോന്നുന്നു. അങ്ങനെ വിശന്നപ്പോൾ നമ്മൾ ചോറ് തിന്നു. ചോറ് തിന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രീലക്ഷ്മി ചേച്ചി എനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിയുന്നത്. അപ്പം തന്നെ ഒരു 3:30 ഒക്കെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പണികളൊക്കെ പകുതി തീർന്ന് ഓഫീസ് ടൈം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ പോയിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തിരുന്ന്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസം കഴിഞ്ഞ് തീർന്നത്. അപ്പം ഇനി തൊട്ട് ഇങ്ങനത്തെ കണ്ടന്റ്സുകളൊക്കെ ആയിരിക്കും വരിക.